നിങ്ങൾ നിൽക്കുന്നിടത്ത് ദൈവത്തിന്റെ തിരുസാന്നിധ്യം ഭയങ്കര ഏകാഗ്രത ഇന്ന് രാവിലെ വെളിപ്പെടുന്നത്. ഏകാഗ്രത എൻസൈക്ലോപീഡിയയും തുറക്കുന്നു. ഇവിടെ അവനുണ്ട്. ഈ ചർച്ചയിൽ എനിക്ക് അധികം പ്രസംഗിക്കാൻ പറ്റിയില്ല. എൻ്റെ ദുഃഖത്തോടെ ഞാൻ ഇവിടുന്ന് പോകുന്നു. ഞാൻ മാക്സിമം ശ്രമിക്കും പോകുന്നതിനും പോകുന്നൂടെ വരാൻ. കാരണം ഇവിടെ ദൈവ സാന്നിധ്യത്തിന്റെ പകർച്ചയുള്ള ചർച്ച. ഈ പാട്ട് 1000 പ്രാവശ്യം പാടിയവരാണ്, 10,000 പ്രാവശ്യം പാടിയവരാണ്. ഞാൻ ഇന്ന് പാടിയപ്പോൾ നിന്റെ കണ്ണ് നിറഞ്ഞ എന്തുകൊണ്ടാണ്? നിന്റെ ഹൃദയം ദൈവവുമായി കണക്റ്റഡായതുകൊണ്ട്. ദൈവമായി കണക്റ്റഡാകാൻ 1000 പാട്ട് പാടുന്നതിനേക്കാൾ നല്ലത് അവന്റെ സാന്നിധ്യവുമായി കണക്റ്റഡായ ഒരു വരി പാടുക. നിൽക്കുക, അവിടെ തന്നെ നിൽക്കുക. 1 മിനിറ്റോടെ ധാരാശീലൻ വേല ചെയ്യുമ്പോൾ 1 നയാ പൈസ കയ്യിലില്ലാതെ ദീർഘമാസങ്ങൾ പട്ടിണി കിടന്ന് വേല ചെയ്യുമ്പോൾ വെള്ളം നിറച്ചു വെക്കുന്ന നീല കളറുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റ് ഇതിൽ കൊട്ടി ഞാൻ പാടിക്കൊണ്ടിരിക്കും.
ഇങ്ങനെയുള്ള പാട്ടുകൾ പാടും. ഭാര്യയെ കൂടെ ഇരുന്നുകൊണ്ട് കരയും. 30 ദിവസം പട്ടിണി കിടക്കുമ്പോൾ ആഹാരം ഇതുപോലെയുള്ള അപ്പച്ചന്മാരുടെ പാട്ടുകളാണ്. പാടി 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 കരയും. കർത്താവേ ആരോഗ്യം തന്നേ പറ്റും. ഇന്ന് ഞാനിത് പാടുമ്പോൾ ദൈവത്തോടെ അനുഭവിക്കുന്നത്. ആരും അറിയാതെ കപ്പൽ പാടാൻ രാവിന്റെ അകത്ത് 5 വർഷം ആരും അറിയാതെ വേല ചെയ്ത് കരഞ്ഞു പാടി ജീവിതം മുന്നോട്ട് നയിച്ച നാളുകളുണ്ട്. അന്നും ഞാൻ അറിഞ്ഞില്ല ഒക്കലഹോമയിൽ വരുമെന്ന്. പക്ഷേ അവൻ ആർക്കും കടം ഒഴികെ ഞങ്ങൾക്ക് സുരാലോകെ ഞങ്ങൾക്ക് സുരാലോകെ എന്നെ കൈപിടിച്ച് നടത്തിയത് അവിടുന്നാണ്. എന്നെ ഇതുവരെ കൊണ്ടുവന്നത് അവിടുന്നാണ്. എത്ര പേര് അഹങ്കാരമില്ലാതെ നെഹളമില്ലാതെ കൈപിടിച്ച് നടത്തുന്നത് പോലെ ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് നടത്തിയ ഒരേ ഒരു ദൈവം. അവന്റെ പേരെത്ര? അവന്റെ പേരെത്ര? അവന്റെ പേരെത്ര? ആ നാമത്തിന്റെ പേര് പറ. ആമേൻ പറയാതെ ആ നാമത്തിന്റെ പേര് പറ. ആ നാമം അത്രേ. പറയൂ പ്രിയരെ. ഹല്ലേലൂയയോ ആമേനും അന്യഭാഷയും പറയാതെ ആ നാമത്തിന്റെ പേരെത്ര? വായി തുറന്ന് ആ നാമത്തെ ഉയർത്ത്. എന്തുകൊണ്ട് ആ പാട്ട് പാടിയപ്പോൾ ദൈവസാന്നിധ്യം സന്തോഷിക്കുന്നത്? അവനെ ഉയർത്തുക. നീ ഒഴികെ ഞങ്ങൾക്ക് സുരലോകെ ആരാവുള്ള ജീവനാഥ. ഇത് പറയുമ്പോൾ ലൂസിഫർ പത്തി താഴ്ത്തുക. യേശുവിന്റെ നാമം ഉയരുകയാ. അവന്റെ പേര് പ്രസംഗിക്കുന്നില്ല. ഇനി നിൽക്കുന്നുണ്ട്. അവന്റെ നാമത്തെ ഉയർത്തിയാൽ എന്റെ പ്രസംഗത്തെക്കാൾ വലുത. ആ കൈനെ ഇങ്ങനെ ഉയർത്തിയിട്ട് പറയാ യേശു. ഇങ്ങനെ ഉയർത്തിയിട്ട് പറയാ യേശു. ആ നാമം ഇണയില്ലാത്ത നാമം. ആ നാമം ഇമ്പ നാമം. ആ നാമം ഏഴയെ കുപ്പയിൽ നിന്നും പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന നാമം. ആ നാമം എല്ലാ നാമത്തിനും മേലായ നാമം. ആ നാമം കണ്ണുനീർ ഒട്ടുന്ന നാമം. ആ നാമം ചിന്തകൾ മാറ്റുന്ന നാമം. ആ നാമം മാന്യത നൽകുന്ന നാമം. ആ നാമം കാഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നയിക്കുന്ന നാമം. ആ നാമം വായാക്കുന്ന നാമമല്ല. ആ നാമം നിന്റെ കരയെ ഉയർത്തുന്ന നാമം. നിന്നെ കരയിപ്പിക്കുന്ന നാമമല്ല. നിന്റെ കണ്ണുനീർ ഒട്ടുന്ന നാമം. നിന്റെ തലമുറയെ നിന്ദിക്കുന്ന നാമമല്ല ആ നാമം. ആ നാമം നിന്നെ മാനിക്കുന്ന നാമം. നിന്റെ ജനറേഷനെ തടുത്തു വെക്കുന്നതല്ല ആ നാമം. ആ ജനറേഷന് നന്മ പറയുന്ന നാമം. ആ നാമത്തെ ഇന്ന് നീ ഉയർത്താതിരിക്കരുത്. അവന്റെ നാമത്തിലെ യേശു. സ്വന്തങ്ങളുടെയും ഭൂലോകങ്ങളുടെയും അധോലോകങ്ങളുടെയും മുഴങ്കാലുകളെ മുഴുവൻ വഴങ്ങുന്ന നാമം. ആ നാമത്തിലെ സർവശക്തിയുള്ള നാമം. സർവ്വവ്യാപിയായ നാമം. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സറിയുന്ന നാമം. ഏകനായ മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന നാമം. ഞങ്ങൾ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ വേല ചെയ്യുമ്പോൾ 5 വർഷമായി അവിടെ വേല ആരംഭിച്ചിട്ട് ആ ഗ്രാമങ്ങളിലെല്ലാം നടന്ന് യേശുവിനെ പറഞ്ഞത് അവർക്ക് യേശുവിനെ വേല. ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലാത്ത മണ്ണാണ്. ഈ പാട്ട് പാടി ആ ഗ്രാമങ്ങളിൽ കൂടി നടത്തി കർത്താവ് ഈ പാട്ട് പാടാൻ 10 എണ്ണത്തെ ഈ ഗ്രാമത്തിൽ നിന്ന് കാരണം ഇന്ന് 10-30 എണ്ണം സ്നാനപ്പെട്ടിട്ടുണ്ട്. ഇന്ന് അവരിൽ നിന്ന് പാടുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. കാര്യം വിതയുണ്ടെങ്കിൽ ഒരു കൊയ്ത്തുമുണ്ടായി. നീരെ അന്ത്രി ഈഹത്തിൽ വേറൊരു തെറ്റമില്ല. പഠിക്കും
സ്തോത്രം യേശുനാഥ, ഉമക്കെന്നും സ്തോത്രം യേശുനാഥ, സ്തോത്രം യേശുനാഥ, ഉമക്കെന്നും സ്തോത്രം യേശുനാഥ, സ്തോത്രം ചെയ്യുന്നു ഉമ്മടിയാതിരു നാമത്തിൽ ആദരവ്. ഒറ്റ പ്രാവശ്യം പാടി ആ ശ്വാസമാണ് പറയാൻ പറ്റുമെങ്കിൽ ആ രണ്ട് കൈ ഉയർത്തിപ്പിടിച്ച് പഴയ നിയമത്തിൽ മോശ കൈ ഉയർത്തിയപ്പോൾ ജനം ജയിച്ചെങ്കിൽ ഇതെൻ്റെ അപേക്ഷയാണ്. നിങ്ങൾ ഉയർത്തുന്നത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. ഇന്ന് അവർ വരുമ്പോൾ അവരോട് പറയണം 2 ദിവസം കൂടി ഏതെങ്കിലും മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് പാസ്റ്റിനെ മക്കളമ്മയ്ക്ക് വിടണം, ഞാൻ ബാക്കി ചെയ്തോളാം. വേറെ ഒന്നും കൊണ്ടല്ല പാട്ട് പാടാൻ വേണ്ടി. ഇവിടെ എനിക്ക് പാടാനില്ല. വേറെ ഏതെങ്കിലും സമയത്ത് ഞാൻ പറയും പാടണ്ട, പ്രസംഗിച്ചിട്ട് പോയാൽ മതി. ഇവിടെ എനിക്ക് പാടാനില്ല, എനിക്കൊന്നും തരണ്ട, ഒന്നും ചോറ് പോലും തരണ്ട, മൈക്രോഫോൺ തന്നാൽ മതി, പോകുമ്പോൾ തിരിച്ചു വന്നിട്ട് പോകാം. അപ്പോൾ അവർ വരുമ്പോൾ അവരോട് പറയണം 2 ദിവസം ഏതെങ്കിലും മീറ്റിംഗ് പാസ് പറഞ്ഞു നടക്കും. എനിക്ക് പാടാൻ ഇഷ്ടമാണ്. കാര്യം എന്നെ നിർത്തിയതല്ല, ഇങ്ങനായിരുന്നു ദൈവം. കാരണം ഉയർത്തി പാടുന്നു. നീ ഒഴികെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചതിനായി നമ്മുടെ കരങ്ങളിൽ സ്തോത്രം ചെയ്താൽ